യുവാക്കള് ജിമ്മിൽ പോയി കഠിനമായ വ്യായാമത്തിന്റെ ഇടയിൽ ഹൃദയസ്തംഭനം വരുന്നത് എന്തുകൊണ്ടാണ്? 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഹാർട്ട് അറ്റാക്കും കാർഡിയക് അറസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് യുവാക്കളിൽ ഇത് വളരെ കോമൺ ആയി കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തേത് അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസുകൾ, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, അതേപോലെ തന്നെ അരിത്തീമിയസ്, അതായത് ഹാർട്ട് ബീറ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്, കൺജനൈറ്റൽ ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ്. ഈ കണ്ടീഷനിലെല്ലാം നമുക്കൊരു ഹാർട്ടിനുള്ള പ്രഷർ വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് അമിതമായിട്ടുള്ള വ്യായാമം, നമ്മൾ എക്സസീവ് ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുക, എക്സസീവ് ആയിട്ട് കാർഡിയോ ചെയ്യുക, ഇന്റൻസീവ് വർക്ക്ഔട്ട്സ് ചെയ്യുക. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഹാർട്ടിലേക്ക് കൊടുക്കുന്ന പ്രഷർ വളരെ കൂടുതലാണ്. മൂന്നാമത്തേത് ഡീഹൈഡ്രേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. നമ്മൾ സാധാരണയായിട്ട് വേർത്ത് പോകുന്ന സമയത്ത് സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം പോലെയുള്ള മൂലകങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഇത് ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവാനും അതേപോലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനും കാരണമാവുന്നു. ഈ സമയത്ത് ഹാർട്ടിൽ വരുന്ന സ്ട്രെയിൻ വളരെ കൂടുതലാണ്. നാലാമത്തെ കാര്യം വാമപ്പും കൂൾ ഡൌണും പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കാം. അഞ്ചാമത്തേത് പെർഫോമൻസ് കൂട്ടാനായിട്ട് എടുക്കുന്ന സ്റ്റിമുലൻസ് അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സ്. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? റെഗുലർ ഇന്റർവെല്ലിൽ ഹാർട്ട് ഹെൽത്തിന്റെ ചെക്കപ്പ് ചെയ്യാം. രണ്ടാമത്തേത് എക്സസീവ് ആയിട്ടുള്ള കഫീന്റെ യൂസ്, സ്റ്റിമുലൻസ്, സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നത് ഒഴിവാക്കുക. മൂന്നാമത്തേത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുത്തരുത്. കൂടുതൽ അറിവുകൾക്കായി പേജ് ഫോളോ ചെയ്യും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം.